Welcome back, aliens. Let's continue the series of Spring Framework. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണ് സ്പ്രിംഗ് JPA, ഡേറ്റ JPA എന്താണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം. ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്ലയൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലയൻറ്റ് പോസ്റ്റ്മാൻ ആണ്. നിങ്ങൾക്ക് നമ്മളെ HTML ആവാം, അല്ലെങ്കിൽ റിയാക്റ്റ് ആവാം. റിയാക്റ്റ് ഒരു ക്ലയൻറ്റ്, പോസ്റ്റ്മാൻ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പോസ്റ്റ്മാൻ ഇവിടെ ഒരു റിക്വസ്റ്റ് കൊടുക്കും, എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് വേണം. ക്ലയൻറ്റ് ചോദിക്കും, എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് തരണം. നമ്മളെ ആമസോണിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഷൂസും സെർച്ച് ചെയ്യുന്നു, പ്രൊഡക്ട്സ് വേണം. അപ്പം ഇത് ജസ്റ്റ് നമ്മളെ ക്ലയൻറ്റിലോട്ട് പോകും. ക്ലയൻറ്റ് പറയും നമുക്ക് സർവീസ് ലെയർ ഉണ്ട്. ഈ സർവീസ് ലെയർ ഇതെല്ലാം ഡേറ്റ എല്ലാം പ്രോസസ്സ് ചെയ്ത് നമ്മളെ ക്ലയൻറ്റിന് കൊടുക്കും. ഇതെല്ലാം കിടക്കുന്ന ഒരു ഡേറ്റാബേസിലാണ്. ഈ ഡേറ്റാബേസുമായിട്ട് ആര് കോൺടാക്റ്റ് ചെയ്യും? ആ സ്ഥലത്തേക്കാണ് നമ്മൾ റെപ്പോസിറ്ററി ലെയർ എന്ന് കൊണ്ടുവരുന്നത്. റെപ്പോസിറ്ററി ലെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഡേറ്റ റെപ്പോസിറ്ററി ലെയറിൽ കൊണ്ടുവരും. ഇവിടെയാണ് മെയിനായിട്ടുള്ള എല്ലാ കോഡിങ്ങും ഇരിക്കുന്ന. ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുന്നത് ആരാണ്? റെപ്പോസിറ്ററി ലെയറാണ്. അപ്പം നമ്മളെ ക്ലയൻറ്റിനകത്തോട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് വേണമെന്ന് ക്ലയൻറ്റ് ചോദിക്കാൻ നേരത്ത് ഇത് നേരെ കൺട്രോളർ വരും. ഇത് നമ്മളെ ഫ്രണ്ട് എൻഡ് ആയിട്ട്, ഇത് നമ്മളെ ബാക്ക് എൻഡ് ആണ്, ഇത് ഡേറ്റാബേസാണ്. അപ്പം നമ്മളെ ബാക്ക് എൻഡിലെ കൺട്രോളർ വരും. കൺട്രോളർ എടുത്ത് ചോദിക്കും ഇനി കുറച്ച് പ്രൊഡക്ട്സ് വേണം. കൺട്രോൾ നേരെ ചെന്നിട്ട് സർവീസ് ലെയറിൻ്റെ തുടങ്ങി പ്രൊഡക്റ്റ് വേണം. അപ്പം ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് ഡേറ്റ എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു സർവീസ് ലെയറാണ്. അപ്പം ഈ സർവീസർ ലെയർ ഇവിടെ നമുക്ക് ഡേറ്റ ഇവിടെ നിന്ന് കിട്ടും. ഈ ഡേറ്റാബേസിൽ നിന്ന് ആര് കൊണ്ടുവരും? ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? റെപ്പോസിറ്ററി ലെയർ. ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇൻ ജാവ നമുക്കുള്ളതാണ് JDBC, ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി, JDBC. ഇവിടെ നമുക്ക് 4 ഉണ്ട്: ക്രിയേറ്റ്, റീഡ്, ഡിലീറ്റ്, അപ്ഡേറ്റ്. അപ്പം ഇവിടെ ഒരു 7 സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് ജാവ JDBCയിൽ. ലോഡ്, അങ്ങനെ രജിസ്റ്റർ, ഡ്രൈവർ, അങ്ങനെ ക്യൂറി പ്രോസസ്സിങ്. നമുക്ക് ഇപ്പം DBMSൽ നോക്കിയാൽ, ഡേറ്റാബേസിൽ നോക്കിയാൽ നമുക്ക് MySQL ഉണ്ട്, H2 ഉണ്ട്, അങ്ങനെ PostgreSQL ഉണ്ട്, ഇഷ്ടംപോലെ ഡേറ്റാബേസസ് ഉണ്ട്. അപ്പം ഇതിൽ ജാവയും ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ജസ്റ്റ് ക്വറി എഴുതും, ഈ JDBC കണക്ടിവിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിനകത്ത് ക്വറി എഴുതും. അങ്ങനെ കുറേ നല്ല വലിയൊരു പണിയുള്ള കാര്യമാണ്. അപ്പം നമുക്കിവിടെ സ്പ്രിംഗ് JDBC ഉണ്ട്. സ്പ്രിംഗ് JDBC നോർമൽ JDBCക്കാട്ടും കുറച്ചും കൂടെ ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോണത് H2 ഡേറ്റാബേസാണ്. H2 എന്തിന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് വളരെ എളുപ്പമാണ്. ഇത് സെറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാനേ ഉള്ളൂ. മറ്റേ നമ്മളെ MySQL കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് അത് കോൺഫിഗർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കുറേ പണികളുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് വലിയ പ്രൊജക്റ്റൊക്കെ വരാൻ നേരത്ത് നമുക്ക് H2 പറ്റത്തില്ല. MySQL അല്ലെങ്കിൽ Postgres ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ നോക്കണം. നമുക്കിപ്പം ക്വറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഡേറ്റാബേസിലോട്ട് കൊടുക്കും. ക്രിയേറ്റ്, ടേബിൾ, ഇൻസേർട്ട്, ഡിലീറ്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ഇതെല്ലാം ജസ്റ്റ് MySQLോട്ട്, ഇതെല്ലാം നമ്മളുടെ ഡേറ്റാബേസുമായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇത്രയും ചെയ്യുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ സ്ഥലത്താണ് നമുക്ക് വരുന്നത് ORM. ഇതിൻ്റെ പേര് ഒബ്ജക്റ്റ്. ഇത് ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ഇൻ ജാവ വേൾഡിൽ മൊത്തം ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. അങ്ങനെ ഒബ്ജക്ട്സ് ഉണ്ട്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താവും? ഈ ഷെയറിങ്ങിന് ഒരു ഒബ്ജക്റ്റാണ്. ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഈ ലാപ്പ് ഒരു ഒബ്ജക്റ്റാണ്, നമ്മളൊരു ഒബ്ജക്റ്റാണ്. ഒരു ക്ലാസ്സിനകത്ത് ഇഷ്ടം പോലെ ഒബ്ജക്ട്സ് കാണും. അതാണ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ജാവ ബിൽഡ് ദെയർ ഈസ് ലോട്ട് ഓഫ് ഒബ്ജക്ട്സ്. പിന്നെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റിനകത്ത് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡേറ്റയെക്കുറിച്ച് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഡേറ്റ നമ്മൾ നോർമൽ, ഇപ്പം എനിക്കൊരു ഡേറ്റ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ID, പ്രൊഡക്റ്റ്, അതുപോലെ പ്രൊഡക്റ്റ് നെയിം, ഇതേപോലത്തെ കാര്യങ്ങൾ ഒക്കെയാണ് ഡേറ്റ.
ഒബ്ജക്റ്റിനകത്ത് കുറേ ഡേറ്റാസ് ഉണ്ട്. അതാണ് ഡേറ്റ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് ഇതാണ് ഡേറ്റ മെയിൻ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് റിലേഷണൽ. റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ടേബിൾ നമ്മളെ ഡേറ്റാബേസിലെ ടേബിൾസ് DBMSൽ നമുക്ക് ഡേറ്റാബേസിൽ ടേബിൾസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ID, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നെയിം, പിന്നെ ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഡേറ്റാബേസ്, ഇത് നമ്മളെ ജാവ ഒബ്ജക്ട്സ്. പിന്നെ ഈ മാപ്പിംഗ് നമ്മളെ ജാവ നമ്മളെ ഡേറ്റാബേസുമായിട്ട് മാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ORM. അതായത് നമ്മളെ ജാവ കോഡിനെ നമ്മൾ SQL ക്വറീസ് ആക്കി മാറ്റും. നമ്മൾ ജാവ പ്രോഗ്രാം എഴുതും, നമുക്ക് SQL ക്വറീസ് ഒന്നും ഇവിടെ എഴുതണ്ട. ജസ്റ്റ് ജാവ കോഡ് മാത്രം എഴുതിയാൽ മതി, അതിനെ SQL ക്വറീസ് ആയിട്ട് മാറ്റിക്കോളും. അതാണ് OR എന്ന് പറഞ്ഞാൽ. നമുക്ക് ജാവയിൽ വരാൻ നേരത്ത് ORMs 3 തരത്തിലുണ്ട്. 3 ORM ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് നോക്കാം. ORMs ഇൻ ജാവ. നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ ORMs എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ജാവയിൽ യൂസ് ചെയ്യുന്നത് ഹൈബർനെറ്റ് ഉണ്ട്, എക്ലിപ്സ് ലിങ്ക് ഉണ്ട്, പിന്നെ മൈ ബെറ്റ്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇത് മൊത്തത്തിലൊരു ഫുള്ളി ORM അല്ല. നമ്മൾ ഹൈബർനെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻലി യൂസ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് ഹൈബർനെറ്റ്സ് ആണ്. പിന്നെ ഒറാക്കിൾ, എക്ലിപ്സ് ലിങ്ക് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ORM. അപ്പം ORM എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ORM എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഈ ഡേറ്റയും നമ്മളെ ജാവ പ്രോഗ്രാമിങ്ങും ഡേറ്റാബേസുമായിട്ട് എങ്ങനെ നമ്മൾ ജാവയിൽ നമ്മളെ JDBC ആണെങ്കിൽ നമ്മൾ മൊത്തം SQL ക്വറീസ് അവിടെ എഴുതേണ്ടി വരും. നമ്മൾ ORMലോട്ട് വരാൻ നേരത്ത് നമുക്ക് SQL ക്വറീസ് അല്ല, നമ്മൾ ജാവ പ്രോഗ്രാം എഴുതും. ഇതാരാ കൺവേർട്ട് ചെയ്യുന്ന നമ്മളെ ജാവ കമ്പൈലർ ഇതിനെ നേരെ SQL ക്വറീസ്, അതായത് നമ്മളെ സ്പ്രിങ് അതിനെ നേരെ SQL ക്വറീസ് ആക്കി മാറ്റും. അവിടെ നിന്ന് നമ്മളിപ്പം SQL ക്വറീസ് ആക്കി മാറ്റും. അവിടെ നിന്ന് നമുക്ക് ഡേറ്റ ഇങ്ങോട്ട് കിട്ടും, അങ്ങോട്ട് ആഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിൽ എങ്ങനെ ഡേറ്റ, ഇപ്പോൾ നമുക്കൊരു ടേബിളിന് ഒരു നെയിം ഉണ്ടാവും, ടേബിളിനകത്ത് കുറച്ച് കോളംസ് ഉണ്ടാവും, ആ കോളംസ് ഡിഫൈൻ ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ജാവയിൽ എങ്ങനെ ഒരു ടേബിൾ ഡിഫൈൻ ചെയ്യും, അതുപോലെ തന്നെ ഒരു ടേബിളിനകത്ത് നമുക്ക് കോളംസ് ഉണ്ടാവും, അപ്പം ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ എങ്ങനെ കിട്ടും, അതിനാണ് നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടേബിൾ, ഒരു ക്ലാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ക്ലാസ് പ്രൊഡക്റ്റ് ജാവ കോഡാണ്. ക്ലാസ് പ്രൊഡക്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വേരിയബിൾസ്, ആ വേരിയബിൾസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്, അതായത് ഇവിടെ വളരുന്ന കോളം. ഇതെങ്ങനെ ഇതിന് മനസ്സിലാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ORM. നമ്മളെ ജാവ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ഡേറ്റാബേസ് ആക്കി മാറ്റും. പിന്നെ അതിനകത്തുള്ള ഒബ്ജക്റ്റ്, അതിനകത്തുള്ള കുറച്ച് നമ്മൾ ആ വേരിയബിൾസിനെ അതിനകത്തുള്ള കോളംസ് ആക്കി മാറ്റും. ഇതാണ് ORM എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ജാവ പ്രോഗ്രാം എഴുതിയാൽ മാത്രം മതി, വേറെ SQLനെ കുറിച്ചൊന്നും പഠിക്കേണ്ട, ഒന്നും അറിയണ്ട. ജസ്റ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. SQL ലാംഗ്വേജിനെ കുറിച്ചൊന്നും അറിയണ്ട. MySQL നമുക്ക് ക്രിയേറ്റ് ടേബിൾ, ഇൻസേർട്ട് ഇൻറ്റു, അതൊന്നും അറിയണ്ട. ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ജാവയിൽ വരാൻ നേരത്ത്. അപ്പം ഇതാണ് ORMനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിപ്പം ORM ഇഷ്ടംപോലെ ജാവയിൽ പലതരം ORMs ഉണ്ട്. നമുക്ക് ഹൈബർനെറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹൈബർനെറ്റ് ഉണ്ട്, SQL ലിങ്ക്സ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഹൈബർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് മാറി നമുക്ക് SQL ലിങ്ക്സിലോട്ട് മാറണം. അപ്പോൾ നമ്മൾ കോഡിൽ ഇഷ്ടം പോലെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത് കൺട്രോൾ ചെയ്യാൻ ജസ്റ്റ് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് JPA. ഈ JPA എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ജസ്റ്റ് നമുക്ക് ORM മാറ്റാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ് JPA. നമുക്ക് സ്പ്രിങ്ങിലോട്ട് വരാൻ നേരത്ത് സ്പ്രിങ് JPA. എന്താണ് JPA എന്നിപ്പോൾ പിടികിട്ടിയിട്ടുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ JPA എന്താണെന്ന് മനസ്സിലാക്കാനാണ്. JPA സ്പ്രിങ് ഡേറ്റ JPA ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് തിയറി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നാളെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. സ്പ്രിങ് ഡേറ്റ JPA എന്താണെന്ന് നാളെ നമ്മൾ പറഞ്ഞുതരാം. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ജാവയിൽ എങ്ങനെ ചെയ്യുമെന്നും നെക്സ്റ്റ് വീഡിയോ പറഞ്ഞുതരും. അപ്പം ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മൾ H2 ഡാറ്റാബേസാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ പറയാം. ബൈ ബൈ.